മിനിഞ്ഞാന്ന് ഞാനൊരു പാമ്പിനെ കണ്ടു. തല്ലിക്കൊന്നു വന്നിട്ട് എടി മഹാപാപം പറയല്ലേ, ദൈവകോപം ഉണ്ടാവും. ഭഗവാനെ ക്ഷമിക്കണേ. ഇന്നലെയും അതേ സമയത്ത് അതേ സ്ഥലത്ത് ആ പാമ്പിനെ വീണ്ടും കണ്ടു. അതുകൊണ്ട് അപ്പൊ എനിക്കൊരു അത്ഭുതം. ഞാൻ പാമ്പിനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു പ്രത്യേകത ആ പാമ്പിന്റെ മുഖത്ത് നമുക്കിങ്ങനെ കാണാം. തീർച്ചയായിട്ടും ഇത്ര വലിപ്പുണ്ടായിട്ട്. ഞാൻ നേരെ ചേച്ചിയോട് ചെന്ന് പറഞ്ഞു, ചേച്ചി ഇതങ്ങനെ 2 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നമ്മുടെ അപ്പുകണിയാനെ കണ്ടിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കെ. ഞാൻ അപ്പം തന്നെ അപ്പുകണിയാനെ കണ്ടിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ നാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നും നാഗത്തറ കെട്ടിയിട്ട് നിത്യപൂജ നടത്തണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ പറമ്പിലോ? അതെ, ഇതാണ് ലോട്ടറി. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവമാണ്. ചേട്ടാ നിങ്ങൾ മറ്റേ കാര്യം പറ. അത് മാത്രല്ല എടാ, ഈ സർപ്പത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നാഗമാണിക്യം ഉണ്ടാവുന്ന പറഞ്ഞു. നാഗമാണിക്യത്തിനൊക്കെ എന്താ വില? കോടികൾ വിലയല്ലേ? അമ്മാവിന് വേറെ പ്രശ്നമുണ്ട് ഇപ്പോ. ഇത് എന്തൊക്കെ ഈ പറയണത് പൊട്ടത്തരങ്ങള്? എടാ പണിക്കര് പറഞ്ഞല്ലേ, നാഗത്തിനെ കണ്ട് നാഗത്തിനെ കെട്ടാൻ പോണ്, നാഗമാണിക്യം. ഇത് സയ്യൂനെന്നല്ലേ വിളിച്ച് പറയും കഥയൊക്കെ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ചുമ്മാ ആവശ്യം. അങ്ങനെയല്ല കനക, ഒരു സ്ഥലത്ത് 2 വട്ടം കണ്ട അത് പാമ്പല്ല സർപ്പമാ. അങ്ങനെ പറഞ്ഞു. എടാ കനക, നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ കേറി പോയിക്കേടാ. ഞാൻ പോയെന്നെ ഇല്ലേ? അമ്മാനെന്താ ഇങ്ങോട്ട് വന്നത്? അതെ, എല്ലാരോടും കൂടി ഒരു കാര്യം പറയണ്ട. നീ എല്ലാരും ഒന്ന് വിളിച്ച. ചേച്ചി, പീറ്റോ ചേട്ടാ, ഞാൻ അമ്മാവൻ വിളിക്കുന്നു. എന്ത് പറ്റി? എടുത്ത് ചാടിയിട്ടേ. ഇതെന്താ ഇങ്ങോട്ട്? ഇങ്ങോട്ട് വന്നേ, നിങ്ങളങ്ങോട്ട് വരികയല്ലേ? അല്ല, നിങ്ങളങ്ങോട്ട് വരികയാണ്. അപ്പൊ ഞാൻ രാവിലെ ചേച്ചീനെ ഒന്ന് അവിടുന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിയതാ. അപ്പൊ നമ്മുടെ സുഖുവിനെ കണ്ടു. അപ്പൊ അവനോടൊരു കാര്യം പറഞ്ഞു. സുഖു, എന്താടോ കണ്ടിട്ടൊരു മൈൻഡില്ലാത്ത? മുതലാളി രാമേന്ദ്രനോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ? അങ്ങനൊന്നും പറഞ്ഞില്ല. രാമേന്ദ്രൻ മുതലാളി എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചോട്ട് നടക്കുക. അതെന്താ അത്ര വലിയ കാര്യം? അപ്പൊ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ? എന്തേ? രാമേന്ദ്രൻ മുതലാളിയുടെ വലിയ ഭാഗ്യമല്ലേ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങേരുടെ വീട്ടിലേ സർപ്പസാന്നിധ്യം ഉണ്ടെന്ന് അപ്പുപണിക്കര് പറഞ്ഞിരിക്കുകയാണ്. അങ്ങേരെ വീടിന്റെ പല ഭാഗത്തും സർപ്പത്തെ കണ്ടുവെന്നാ പറയുന്നത്. ഈ പണിക്കര് അവിടെ നാഗത്തറ കെട്ടണമെന്ന് പറഞ്ഞു. നിത്യാരാധന വേണമെന്ന് പറഞ്ഞു. പിന്നീട് വേറെ രഹസ്യം കൂടെ ഉണ്ട്. നാഗമാണിക്യം കിട്ടുന്ന കാര്യമാണ്. ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്ത് വല്ലവരും ചെയ്യുന്ന പരിപാടിയാണ് ഇത്. ഈ വേനൽക്കാലാകുമ്പോൾ പാമ്പിങ്ങനെ ഇറങ്ങി നടക്കും. അത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്ത്. കഴിഞ്ഞ ദിവസം അമ്മാവൻ്റെ വീട്ടിലാണെങ്കിൽ അടുത്ത ദിവസം രാമേന്ദ്രമാമൻ്റെ വീട്ടിലോട്ട് പോകും. അതിന് വാസുമാമൻ്റെ വീട്ടിലേക്ക് പോകും. അതിങ്ങനെ അഴിഞ്ഞ് നടക്കുന്ന ഒരു ജീവിയല്ലേ. അതിന്റെ പിറകെ വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? കാശൊപ്പിക്കുന്ന ഒരു പലവണി ഉണ്ടാക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും എന്നെ തലി കയറാൻ വന്നു. എന്തൊരു കഷ്ടമായി പോയി. ഞാൻ ആ നാഗമാണിക്യം വിൽക്കാനായിട്ട് തമിഴ്നാട്ടിൽ ആളെ ഏർപ്പാടാക്കി വെച്ചു. എങ്ങനെ ഈ കുടുംബത്തിലൊരു നല്ലത് നടക്കൂല. കുറെ ദുഷിച്ച ചിന്താധികാരല്ലേ ഈ വീട്ടിലുള്ളത്. ഇപ്പം ഇനിയിപ്പോൾ ഇറക്കിയ മറ്റേ കല്ലും മണലും ഇതെല്ലാം കൂടെ എടുത്തിട്ട് മതിൽ കെട്ടിക്കും അമ്മാവ. നാഗത്തിന്റെ ശല്യമെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ. അത് ഒരുപാട് പൈസ ചിലവായി. കല്ലിറക്കാനും ആ പുഴയുടെ അവിടെ മതിൽ കെട്ടാനും പഞ്ചായത്തില് അതിന് പെർമിഷൻ മേടിക്കാൻ കാശ് കൊടുത്തിട്ടൊക്കെ. പോയത് പോട്ട്, നീ അതിന്റെ പറയുന്നത് അല്ല, ആ ഗിരിജയും കൂടി ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പെണ്ണുങ്ങൾ പറയണത് കേട്ട് എടുത്ത് ചാടല്ലേ അമ്മാവ. പക്ഷെ ഇതൊക്കെ സത്യമുള്ളതാ. നമ്മുടെ ബാത്റൂമിനോട് ഒരു പാമ്പ്. ഞാൻ തുണി കഴിക്കൊണ്ടിരുന്നേ, വലിയൊരു പാമ്പ്. പാമ്പാ? ബാത്റൂമിന്റെ സൈഡിൽ കണ്ടോ? കണ്ടോ? പാമ്പിനെ കണ്ടോ? ഇപ്പൊ നാളെ ഈ നേരത്തെ ഒന്നുകൂടെ പോണോ അവിടെ? വീണ്ടും ആ പാമ്പിനെ കാണാൻ പാമ്പല്ല സർപ്പമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഉടനെ കാണാൻ പോണം. നമുക്ക് നാഗത്തറയും കെട്ടി ഒരു തീരുമാനം എടുക്കാം.